ഇത് നമ്മുടെ ലിഡിലിന്ന് വാങ്ങിച്ച ചാളേനെ പൊരിക്കാൻ പോവാട്ടോ എന്ന് ചോദിച്ചില്ല അതെന്താ ചെയ്തത്. ആ ചാളയും പിന്നെ നമുക്ക് നല്ല കൂർക്ക മെഴുക്ക് വരട്ടി. ഇപ്പോൾ കേരയുടെ നമുക്കിങ്ങനെ ഫ്രോസൺ നന്നാക്കി ഒരിക്കൽ കൂർക്ക കിട്ടി. അപ്പോൾ പെട്ടെന്ന് മെഴുക്ക് വരട്ടിയും വെക്കാം. ചാള സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ കൂർക്ക മെഴുക്ക് വരട്ടി കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ മോരും കൂടി ഉണ്ടാവും കേട്ടോ, നല്ല മുളക് ഇഞ്ചിയൊക്കെ ചതച്ച മോരും. അപ്പോൾ ഈ കൂർക്കയ്ക്കാണെങ്കിൽ എവിടെയോ ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ആ കൂർക്ക മെഴുക്ക് വരട്ടിയും കൂടെ മോരും കൂടെ കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ അന്നൊക്കെ എന്ത് പാടായിരുന്നല്ലേ, ഞാൻ ഓർക്കുമായിരുന്നു. അതൊക്കെ തൊണ്ട് കളഞ്ഞ് അതിൻ്റെ അവരുടെ കൈമൊക്കെ മൊത്തം പാടായി. ഞാനാണെങ്കിൽ ഒരു കാര്യത്തിലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് റെഡി ടു കുക്കായിട്ടുള്ള കൂർക്ക് കിട്ടുമ്പോൾ നല്ല ഹാൻഡിയിൽ ഇപ്പോൾ നാട്ടിലും ഉണ്ടെന്ന് തോന്നല്ലേ ഇങ്ങനെയൊക്കെ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ കാണാറുണ്ട് കഴുകി വൃത്തിയൊക്കെ കൂർക്കൊക്കെ ഇരിക്കണമെന്ന്. നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ എന്താ കൂർക്ക് നന്നാക്കേണ്ട വന്നില്ലെങ്കിലും ചാളയുടെ ചെതമ്പലോ കഴിഞ്ഞപ്പോൾ ഒരു നേരമായി കേട്ടോ. പിന്നെ അതുമേക്ക് നല്ല കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല മസാല വരട്ടിയതിന് പൊരിച്ചെടുക്കാം. ചാള ഇങ്ങനെ കിടന്ന് പൊരിയുന്ന കാണുമ്പോഴേ നമുക്ക് വിശപ്പോടും കേട്ടോ. ആ ഒരു മണവും അതിൻ്റെ ആ നെയ്യൊക്കെ തെളിഞ്ഞ നല്ല നെയ്യുള്ള ചാളയായിരുന്നു കേട്ടോ നമ്മുടെ ലിഡിലിൽ നിന്ന് വാങ്ങിച്ച ഫ്രോസൺ. പിന്നെ ചാളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ പനിനീനെടുത്ത് പൊരിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് സൈഡിൽ ഞാൻ പനിനീനും ഇട്ടിട്ടുണ്ട്. കൂർക്കൊന്ന് വേവിച്ചെടുത്ത് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വേവിച്ച് വെച്ചിട്ട് വേവ് കൂടിപ്പോയെന്ന്. അത് ഹാഫ് കുക്ക്ഡ് ആയിരുന്നോ എന്ന് സംശയമുണ്ട് കേട്ടോ. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ കൂർക്ക വാങ്ങിച്ച് മെഴുക്ക് വരട്ടി ആക്കാൻ. കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ അതിനകത്തേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയൊക്കെ എടുത്തിട്ട് കൂർക്കനങ്ങ് മെഴുക്ക് വരട്ടി എടുത്ത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചാളയ്ക്കുള്ള സൈഡ് ഉണ്ടാക്കി കച്ചമ്പർ നാട്ടോ നമ്മൾ പറയാം, തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് തിരുമ്മി ഇച്ചിരി നാരങ്ങ നീരും ചോർക്കൊക്കെ ഒഴിച്ച് മുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് കുളിച്ച് പോയിട്ട് വരാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് ചോറും 2 ചാളയും കുറച്ച് പനിനീനും നമ്മുടെ കൊഴുക്ക മെഴുക്ക് വരട്ടിയും കൂടെ കൂട്ടി സാലഡും കൂട്ടി 2 ഉരുള കഴിച്ചിട്ട് പോയിട്ടോ ഞാൻ. അയ്യോ അപാര രുചിയായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് പനിനീർ മാത്രം കൂട്ടി തിന്നു, പിന്നെ കുറച്ച് ചാളയും കച്ചമ്പറും കൂട്ടി തിന്നു, പിന്നെ കുറച്ച് കൂർക്ക മെഴുക്ക് വരട്ടി മാത്രം കൂട്ടി തിന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ കുളിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ പനിനീർ ഏതോ ഒരു പൂച്ച ഇവിടെ നിന്ന് കട്ടുകൊണ്ട് പോയി കേട്ടോ.